അപ്പോൾ നമ്മുടെ FC സർവീസ് ആയി കേട്ടോ. അപ്പോൾ സർവീസ് ചെയ്യാൻ വേണ്ടി വന്നതിന് സർവീസ് എന്ന് പറഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ മാത്രം മാറ്റുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഓയിൽ മേടിച്ചിട്ടുണ്ട്, MLUB തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഇതാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. 10W40 ആണ് ഇതിൻ്റെ ഓയിൽ ഗ്രേഡ്. FC-ക്ക് ഇതാണ് 10W40 ആണ് കേട്ടോ ഓയിൽ ഗ്രേഡ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏതാണ്ട് 430 ഇതിൻ്റെ വില ഈ ഓയിലിൻ്റെത്. പിന്നെ ഓയിൽ ഫിൽറ്ററും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, അത് 80 രൂപ. അപ്പോൾ മൊത്തം കൂടെ 510 രൂപയായി. ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഫിൽറ്ററും കൂടെ മാറാറുണ്ട് എപ്പോഴും. 1-2 തവണ മാത്രമേ അല്ലാതെ ഓയിൽ മാത്രം മാറിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലെത്തിയിട്ടുണ്ട്. വർക്ക്ഷോപ്പിൽ ഇനിയിപ്പോൾ ഓയിൽ മാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് വണ്ടി. അപ്പോൾ പഴയ ഓയിൽ ഇങ്ങനെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ രീതിയിൽ കറുത്ത രീതിയിലായിട്ടുണ്ട് കേട്ടോ. അത് എങ്ങനെയായാലും ഇപ്പോൾ കുറച്ച് ഓടിയാൽ ഈ കളർ തന്നെ വരും. അപ്പോൾ അതാണ് വണ്ടിക്ക് ഒരു ചെറിയൊരു പണി. വണ്ടിക്കെന്ന് വെച്ചാൽ ടയറിൻ്റെ ഇതിലൊരു ആണി എന്തൊക്കെയാണ് അറിയാം കേട്ടോ. അത് വലുതായി. അപ്പോൾ ഇതിനെ വലിച്ചൂരിയ ഉള്ള കാറ്റ് മൊത്തം പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഊരണില്ല. പഞ്ചറൊട്ടിക്കുന്ന കട വരെ ഇത് അങ്ങനെ തന്നെ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ പഞ്ചറൊട്ടിക്കുന്ന കട വരെ പോയിട്ടുണ്ട്. അപ്പം ഇത് ഊരിയിരുന്നെങ്കിൽ കാറ്റ് മൊത്തം പോയിരുന്നു. ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലായാലും എന്തെങ്കിലും തറച്ച് കയറി നമ്മളത് ഊരാൻ പാടില്ല, വലിച്ചൂരാൻ പാടില്ല എന്നൊക്കെ ചില ഡോക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടില്ലേ. നമ്മളെ ഉള്ളിലുള്ള രക്തം മൊത്തം വലിച്ചൂരിയാൽ പോകും. അത് കണക്ക് തന്നെ ഇത് ഊരി കളഞ്ഞാൽ ഇതിനുള്ള എയർ മൊത്തം പോകും. അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ദൂരം സഞ്ചരിക്കാനുള്ള ഇതങ്ങ് പോയി കിട്ടും. അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് വരെ അതിലേക്കൂടെ കാറ്റ് ലീക്കാവുന്നില്ല, അത് ഫുള്ളായിട്ട് അടഞ്ഞിരിക്കുകയാണ്. അപ്പം മറ്റേ സംഭവമൊക്കെ വലിച്ചൂരിയിട്ട് തിരിയിടുകയാണ് കേട്ടോ. അപ്പം നമ്മളിപ്പം വണ്ടി ഒരു പഞ്ചറേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അതെന്തായാലും ഭാഗ്യമായി. ഇത് പക്ഷേ എവിടെ നിന്ന് കയറി കൊണ്ടുപോകണമെന്ന് മാത്രം ഒരു പിടുത്തമില്ല. എന്തായാലും വേറെ ഒന്നും വലിയ രീതിയിലിട്ട് താന്നു പോകാത്തതുകൊണ്ടത് വലിയ കുഴപ്പമില്ല, വലിയ ദൂരമായില്ല. പക്ഷേ ചില സമയത്ത് തിരിയിട്ടാലും നേരെ ഇരിക്കത്തില്ല, അതാണൊരു വിഷയം എനിക്ക്. അപ്പോൾ നമ്മൾ വണ്ടി തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. തിരിയിട്ട് എയറും കൂടെ ഒന്ന് അടിക്കണം, കുറച്ച് എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തിരിയിട്ടിരിക്കുന്നത്. ഇപ്പം വലിയ ലീക്കില്ല. നമ്മൾ മറ്റേ സോപ്പ് വെള്ളമൊക്കെ നോക്കി ലീക്കൊന്നുമില്ല. എന്തായാലും 100 രൂപ ആയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഓയിൽ അതിൻ്റെ മാറ്റം എന്ന് പറയാൻ ഇപ്പം എന്നും പറയുന്നത് പോലെയാണ്. പുതിയൊരു ഓയിൽ ഒഴിക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോയും. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, അല്ലെങ്കിൽ അടുത്ത സർവീസിൽ കാണാം. ബൈ.